UDF-ലെ രൂക്ഷമായ തർക്കങ്ങൾ കാണാതെ LDF-ലെ ഇല്ലാത്ത പ്രശ്നങ്ങളിൽ കണ്ണീരൊഴുക്കി UDF പത്രങ്ങൾ. പ്രശ്നങ്ങൾ തേടി പത്രം LDF-ലേക്ക് ടോർച്ചടിക്കുന്ന സമയത്ത് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി മുഖ്യമന്ത്രിയാകാൻ നെട്ടോട്ടം ഓടുന്ന കോൺഗ്രസുകാരെ ശാസിച്ചത്. പഞ്ചായത്തെങ്കിലും ജയിക്കൂ, എന്നിട്ടാകാം നിയമസഭ എന്നാണ് അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ PV അൻവറിന്റെ വിഷയത്തിൽ അടക്കം പരസ്യ വിഴുപ്പലക്കുണ്ടായി. VD സതീശനും ആര്യാടൻ ചൗക്കത്തും അടക്കം പലരും എതിർത്തപ്പോൾ K സുധാകരനെ പോലുള്ളവർ അൻവറിനോട് ഒപ്പമായിരുന്നു. ലീഗിലെ ഒരു വിഭാഗവും ഷിബു ബേബി ജോണും പരസ്യമായി അൻവറിനെ തള്ളിപ്പറഞ്ഞു. മുനമ്പം വിഷയത്തിലും VD സതീശന്റെ കൂടെ അല്ല ലീഗും മറ്റു പല UDF കക്ഷികളും. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ പുതിയ അധികാര കേന്ദ്രമായി മാറിയതോടെ ഘടക കക്ഷികളിലും മാറ്റം പ്രകടനം തന്നെയാണ്. സതീശന്റെ ഏകാധിപത്യ നിലപാട് അംഗീകരിക്കാൻ ഇവരാരും തന്നെ തയ്യാറല്ല. NSSും SNDPയും വെല്ലുവിളിച്ചിട്ട് പോലും സതീശനെ പ്രതിരോധിക്കാൻ ഒരു നേതാവ് രംഗത്ത് വന്നില്ല. LDF-ലെ വിവിധ യൂണിയനുകളും മറ്റ് ജാഥകൾ നടത്തുന്നതും സമരം നടത്തുന്നതും മഹാപ്രശ്നമായി അവതരിപ്പിക്കുകയാണ് UDF പത്രങ്ങൾ. ഭരണത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ അവകാശ പോരാട്ടങ്ങൾ ഒന്നും തന്നെ നടത്തേണ്ടതില്ല എന്ന് LDF-ലെ പാർട്ടികളോ യൂണിയനുകളോ ഒന്നും തന്നെ തീരുമാനിച്ച കാര്യമല്ല. CITUവിലും സർവീസ് സംഘടനകളും സമരം ചെയ്യാറുണ്ട്. CPIM-ഉം CPI-യുമായോ LDF-ലെ മറ്റേതെങ്കിലും പാർട്ടികൾ തമ്മിലോ പ്രശ്നങ്ങൾ ഉള്ളതായി UDF-ലെ പത്രം തന്നെ അടുത്ത കാലത്ത് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. NCPയിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നത് അവർ തന്നെ പരിഹരിച്ചത് പത്രത്തിന് തീരെ ദഹിച്ചിട്ടുമില്ല. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകൾ മാത്രമാണ് മുന്നണി വിടൽ. ജോസ് കെ മാണി പലകുറി ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇനി കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ KPCC പ്രസിഡന്റിന്റെ മാറ്റം പുറത്തു വന്നതിലെ അതൃപ്തി AICC ജനറൽ സെക്രട്ടറിയും ഹൈക്കമാൻഡിനെയും സുധാകരൻ അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരവും. പിന്നാലെ ആന്റണി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സുധാകരനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. എന്നാൽ KPCC പുനഃസംഘടനാ ചർച്ച തുടരും. ഉടൻ പുതിയ ഭാരവാഹികളെ കണ്ടെത്തുകയും ചെയ്യും. അതേസമയം K സുധാകരൻ മാറിയാൽ പകരം അദ്ദേഹത്തിനു കൂടി സമ്മതനായ വ്യക്തിയെ നിയമിക്കുന്നത് പരിഗണിക്കാമെന്ന ഉറപ്പ് ഹൈക്കമാൻഡ് K സുധാകരന് നൽകിയതായി സൂചനയുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ദീപാദാസ് മുൻഷി നടത്തുന്ന കൂടിക്കാഴ്ചകൾ തുടരുക തന്നെയാണ്. നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഹൈക്കമാൻഡ് കൂടിയാലോചന തുടരും. പക്ഷെ ഇത്തരം ചർച്ചകൾക്ക് ഇനി ഔദ്യോഗിക ഭാഷ്യം ഉണ്ടാകുകയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സുധാകരനെ മാറ്റാൻ കരുക്കൾ നീക്കുന്നത്. സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റിയാൽ താനും ഒഴിയാമെന്നതാണ് സുധാകരന്റെ നിലപാട്.